കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു. ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണവും ഉണ്ടായി. ഇതിനിടയിൽ ഇറാൻ്റെ പരമോന്നത അധികാരി അയത്തുള്ള ഖമേനി മരണമടഞ്ഞു, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു. യുദ്ധത്തിലെ അടുത്ത നീക്കങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സിനെക്കുറിച്ചോ ഒന്നുമല്ല ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രത്തെക്കുറിച്ചാണ്. ഇറാൻ രഹസ്യമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വജ്രായുധത്തെക്കുറിച്ചാണ്. ആ വജ്രായുധം അതിൻ്റെ പൂർണ്ണ തോതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേൽ എന്ന രാജ്യം ഈ ഭൂഗോളത്തിൽ ഉണ്ടാകില്ല. അങ്ങനെയാണ് അമേരിക്കയും ഇസ്രയേലും വിശ്വസിക്കുന്നത്. എന്തിനു വേണ്ടി ഫെബ്രുവരി അവസാനം തന്നെ കൃത്യമായിട്ട് തിടുക്കപ്പെട്ട് ഒരു യുദ്ധം ആരംഭിച്ചു? അതിൻ്റെ പിന്നിൽ ഒരു റീസണുണ്ട്. ആ രഹസ്യ ആയുധം അല്ലെങ്കിൽ ആ രഹസ്യ ശാസ്ത്രം അത് ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണമാണ്. ഇതിനെക്കുറിച്ച് അറിയാതെ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. യുറേനിയത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. യുറേനിയം ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും. ആളുകളെ നശിപ്പിക്കാൻ സാധിക്കുന്ന, എന്തിന് ഒരു രാജ്യത്ത് തന്നെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ യുറേനിയവും ഉപയോഗിച്ച് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഭൂമിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന യുറേനിയം അത് ഒരു രീതിയിലുള്ള എക്സ്പ്ലോഷനും ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. അതുപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഭൂമിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന യുറേനിയം അത് നല്ല ഭാരമുള്ള യുറേനിയത്തിൻ്റെ ഒരു ഐസോടോപ്പായ യുറേനിയം 238 ആണ്. 100% യുറേനിയം 238 അല്ല, 99% യുറേനിയം 238 ആണ്. അതുപയോഗിച്ചിട്ട് നമുക്കൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളൊക്കെ യുറേനിയം ഉപയോഗിച്ച് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയത്? ഇതേ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ തന്നെ 0.7% വരുന്ന യുറേനിയത്തിൻ്റെ മറ്റൊരു ഐസോട്ടോപ്പുണ്ട്, യുറേനിയം 235. അത് ഫിസൈലാണ്, അതായത് അതിന് വിഘടിക്കാനുള്ള ശേഷിയുണ്ട്. അതിന് വിഘടിക്കാനും ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ അതിഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനം ഉണ്ടാക്കിയെടുക്കാനും യുറേനിയം 235 സാധിക്കും. പക്ഷേ പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ 99% അടങ്ങിയിരിക്കുന്ന യുറേനിയം 238 നിന്നും ആ 0.7% അടങ്ങിയിരിക്കുന്ന യുറേനിയം 235 വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട വെല്ലുവിളി ഇത് രണ്ടും കെമിക്കലി ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഓരോ കെമിക്കൽ റിയാക്ഷനിലും ഇത് രണ്ടും ഒരേപോലെ തന്നെ പ്രവർത്തിക്കും. ഇത് തമ്മിൽ വളരെ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് നമുക്കിതിനെ വേർപെടുത്താൻ സാധിക്കുന്നത്? അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചധികം വർഷം പിന്നിലേക്ക് പോകാം. 1940-കൾ. അമേരിക്കയിലെ മൻഹാറ്റനാണ് സ്ഥലം. അവിടെ ഒരു വലിയ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, മൻഹാറ്റൻ പ്രോജക്റ്റ്. ആ മൻഹാറ്റൻ പ്രോജക്റ്റിലൂടെയാണ് ചരിത്രത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കിയെടുത്തത്. ഫാറ്റ്മാനും ലിറ്റിൽ ബോയും. ഇതേ ഫാറ്റ്മാനും ലിറ്റിൽ ബോയും ഉപയോഗിച്ചിട്ടാണ് അങ്ങ് ജപ്പാനിൽ നാഗസാക്കിയിലും ഹിറോഷിമയിലും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയത്. അതിനും അവർ ഉപയോഗിച്ചത് ഇതേ യുറേനിയം തന്നെയാണ്. അതിലും പ്രശ്നം ഇതുതന്നെ. യുറേനിയം 238 ഒരുപാടുണ്ട്, 99% ഉണ്ട്. പക്ഷേ അതിനെയല്ല നമുക്ക് വേണ്ടത്. എങ്ങനെ അതിൽ നിന്നും 0.7% യുറേനിയം 235 വേർതിരിച്ചെടുക്കാം? അതിനുവേണ്ടി അവർ വലിയൊരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതി പ്രകാരം യുറേനിയത്തെ അവർ ഒരു വാതകമാക്കി മാറ്റി, അല്ലെങ്കിൽ ഗ്യാസ് ആക്കി മാറ്റി. നമുക്ക് സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന യുറേനിയം അത് ഖരരൂപത്തിൽ അല്ലെങ്കിൽ മെറ്റൽ രൂപത്തിലുള്ളതാണ്. അതിനെ അവർ ഒരു വാതകമാക്കി മാറ്റി, യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് അല്ലെങ്കിൽ UF6. അതിനുശേഷം ഈ വാതകത്തെ വളരെ വളരെ നേർത്ത ഫിൽറ്ററുകളിലൂടെ കടത്തിവിട്ടു. മൈക്രോസ്കോപ്പിക് ലെവലിൽ ചെറിയ സുഷിരങ്ങളാണ് ഈ ഫിൽറ്ററുകൾ. അതിന് മൈലുകളോളം ദൂരമുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ ഈ വാതകത്തെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഭാരക്കുറവുള്ള യുറേനിയം ആയിരിക്കും ഏറ്റവും മുൻപിലെത്തുക. ഭാരക്കൂടുതലുള്ളത് പുറകിലാകും. ഏതിനാണ് ഭാരക്കുറവുള്ളത്? നമുക്ക് ആവശ്യമുള്ള യുറേനിയം 235 ഭാരക്കുറവ്. യുറേനിയം 238 അല്പം ഭാരക്കൂടുതലുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൈലുകളോളം യാത്ര ചെയ്തതിന് ശേഷം വെളിയിലേക്ക് ആദ്യം വരുന്നത് യുറേനിയം 235 ആയിരിക്കും. അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാം. പക്ഷേ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. അന്ന് മൻഹാറ്റൻ പ്രോജക്റ്റിൻ്റെ പേരിൽ സ്ഥാപിച്ച ആ ഫാക്ടറിക്ക് ഏതാണ്ട് ഒരു വലിയ സിറ്റിയുടെ അത്രയും തന്നെ വലിപ്പമുണ്ട്. കാരണം അത്രയും വലിയൊരു കൺസ്ട്രക്ഷനിലൂടെ മാത്രമാണ് നമുക്ക് യുറേനിയം 235 ആ രീതിയിലൂടെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത്.
അത്തരത്തിലുള്ളൊരു കൺസ്ട്രക്ഷനെക്കുറിച്ച് ഇന്ന് ലോകത്തൊരു രാജ്യത്തിനും ചിന്തിക്കാൻ സാധിക്കത്തില്ല. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ട്, ഒരുപാട് വൈദ്യുതി ആവശ്യമുണ്ട്. പക്ഷേ അതൊന്നുമല്ല വെല്ലുവിളി. 1940-കളിൽ യുറേനിയം കൊണ്ട് ബോംബുണ്ടാക്കാനുള്ള അധികാരം ആർക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോംബുണ്ടാക്കുന്നതിനെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം, ഒരു രാജ്യവും ബാൻ ചെയ്യാൻ വരുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യം ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ഒരു റൂമർ കേട്ടാൽ മതി, ആ രാജ്യത്തിന് ഒരു ബാൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റു രാജ്യങ്ങൾ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ രാജ്യത്തെ ലോകരാജ്യങ്ങൾ ആക്രമിക്കാനുള്ള ഒരു സാധ്യത പോലുമുണ്ട്. രഹസ്യമായിട്ട് മാത്രമാണ് ന്യൂക്ലിയർ ബോംബ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1940-ലെ മൻഹാറ്റൻ പ്രോജക്റ്റിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയെക്കുറിച്ച് ആർക്കും ഇനി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പിന്നെ എങ്ങനെ രഹസ്യമായിട്ട് നമുക്ക് യുറേനിയത്തെ വേർതിരിച്ചെടുക്കാം? അതാണ് ഗ്യാസ് സെൻട്രിഫ്യൂജ് മെത്തേഡ്. അതിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സിറ്റിയുടെ അത്രയും വലിപ്പമുള്ള പടുകൂറ്റൻ ഫാക്ടറി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു മല തുരന്ന് ആ മലയുടെ ഉള്ളിൽ ഒരു ടണലുണ്ടാക്കി ആ ടണലിൻ്റെ ഉള്ളിൽ രഹസ്യമായി ആരും അറിയാതെ ഇത് നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ മിക്ക വികസിത രാജ്യങ്ങൾക്കും സ്പൈ സാറ്റലൈറ്റുകളുണ്ട്. സ്പൈ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫാക്ടറികളുടെ നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാം. എന്തിനേറെ പറയണം, റോഡിലൂടെ പോകുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലോറിയെ പോലും മനസ്സിലാക്കാൻ ഈ സാറ്റലൈറ്റുകൾ സഹായിക്കും. അമേരിക്കയുടെ പക്കലും ഇസ്രയേലിൻ്റെ പക്കലുമൊക്കെ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകൾ ധാരാളമായി ഉണ്ട്. അതുപയോഗിച്ച് ഇറാനെ അവർക്ക് നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യാം. ഗ്യാസ് സെൻട്രിഫ്യൂജ് മെത്തേഡിന് ഒരുപാട് വൈദ്യുതിയുടെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്പൈ സാറ്റലൈറ്റുകൾക്ക് തെർമൽ ഫുട് പ്രിൻറ്റിലൂടെ അവിടെ എന്തോ രഹസ്യ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കും. വൈദ്യുതി വളരെ കുറവായതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഈ സെൻട്രിഫ്യൂജ് മെത്തേഡിന് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. ആദ്യം പറഞ്ഞ മൻഹാറ്റൻ പ്രോജക്റ്റ് അത് വളരെ പെട്ടെന്ന് നടത്താൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് യുറേനിയത്തെ വേർതിരിച്ചെടുക്കാം. പക്ഷേ സെൻട്രിഫ്യൂജിന് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. എങ്ങനെയാണ് ഗ്യാസ് സെൻട്രിഫ്യൂജ് മെത്തേഡ് യുറേനിയം 235നെ വേർതിരിച്ചെടുക്കുന്നത്? അത് മനസ്സിലാക്കാൻ നല്ല സ്ട്രെങ്തുള്ള റിജിഡായിട്ടുള്ള ഒരു മെറ്റാലിക് സിലിണ്ടർ നിങ്ങൾ സങ്കല്പിക്കുക. ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ യുറേനിയത്തിൻ്റെ വാതക രൂപത്തെ അല്ലെങ്കിൽ യുറേനിയം ഹെക്സാഫ്ലൂറൈഡിനെ അതുമല്ലെങ്കിൽ UF6നെ നിറയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈ വാതകത്തെ നമ്മൾ നന്നായി കറക്കുന്നു. സൂപ്പർസോണിക് വേഗതയിലാണ് ഈ കറക്കം നടക്കുന്നത്. അതായത് ശബ്ദത്തേക്കാൾ ഉയർന്ന വേഗതയിൽ ഇതിൻ്റെ ഉള്ളിലുള്ള വാതകങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വാതകങ്ങൾ ഒരു സർക്കുലാർ രൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു വേർതിരിവുണ്ടാകും. ഏറ്റവും ഭാരം കൂടിയ വസ്തുക്കളൊക്കെ ആ സിലിണ്ടറിൻ്റെ ഭിത്തിയുടെ ചേർന്നായിരിക്കും നിൽക്കുന്നത്. എന്നാൽ ഭാരക്കുറവുള്ളത്, താരതമ്യേന ഭാരക്കുറവുള്ള വസ്തുക്കളൊക്കെ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നിൽക്കും. ഏറ്റവും ഭാരക്കൂടുതലുള്ളത് യുറേനിയം 238നാണ്. അതുകൊണ്ട് തന്നെ ആ സിലിണ്ടറിൻ്റെ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ യുറേനിയം 238 ആയിരിക്കും. മധ്യഭാഗത്തുള്ളത് യുറേനിയം 235 ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായി ആ യുറേനിയം 235നെ നമുക്ക് വേർതിരിച്ചെടുക്കാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അതങ്ങനെ സാധിക്കില്ല. യുറേനിയം 238 99% ആണുള്ളത്. അതുകൊണ്ട് തന്നെ മധ്യഭാഗത്തും ഒരുപാട് യുറേനിയം 238 ഉണ്ടാകും. അതുകൊണ്ട് വെറും ഒരൊറ്റ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് യുറേനിയം 235നെ പൂർണ്ണമായിട്ടും വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അനേകം സിലിണ്ടറുകൾ ഉപയോഗിക്കണം. ആദ്യത്തെ സിലിണ്ടറിൻ്റെ ഔട്ട്കമ്മിനെ, അതിൻ്റെ മധ്യഭാഗത്ത് അടങ്ങിയിരിക്കുന്ന വാതകങ്ങളെ രണ്ടാമത്തെ സിലിണ്ടറിലേക്ക് കടത്തി വിടണം. അവിടെയും ഇതേ പ്രോസസ്സ് ആവർത്തിക്കും. അതിലും യുറേനിയം 238 ഒരുപാടുണ്ട്, യുറേനിയം 235 താരതമ്യേന കുറവാണ്. അവിടെ ഇത് ആവർത്തിക്കുമ്പോൾ അതിൻ്റെ നടുക്കും ഇതുപോലെ യുറേനിയം 235 വരും. അതിൻ്റെ കൂടെയും യുറേനിയം 238 ഉണ്ട്. യുറേനിയം 238ഉം 235ഉം ചേർന്നിട്ടുള്ളൊരു മിശ്രിതം തന്നെയാണ് രണ്ടാമത്തെ സിലിണ്ടറിനുമുള്ളത്. അതിൻ്റെ ഔട്ട്കമ്മിനെ മൂന്നാമത്തേതിലേക്ക് കടത്തിവിടും. അങ്ങനെ 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 100 കഴിഞ്ഞ് ആയിരക്കണക്കിന് സിലിണ്ടറിലൂടെ ഇങ്ങനെ കടത്തിവിടുമ്പോഴാണ് താരതമ്യേന ഉയർന്ന അളവിലുള്ള, ഉയർന്ന കോൺസെൻട്രേഷനിലുള്ള യുറേനിയം 235നെ കിട്ടുന്നത്. അപ്പോഴും പൂർണ്ണമായിട്ടും ഒരു 100% യുറേനിയം 235 ആയിരിക്കില്ല. അതിലും കൂടുതലുണ്ടായിരിക്കുന്നത് യുറേനിയം 238 ആണ്. ഈ പ്രോസസ്സ് നിരന്തരം ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. 24 മണിക്കൂറും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. എല്ലാ മാസവും ആവർത്തിക്കണം. ഒരുപാട് വർഷങ്ങളോളം
ഇത് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇറാൻ കഴിഞ്ഞ കുറേയധികം വർഷമായി ഇതേ പ്രോസസ്സ് അവരുടെ ഫൊറോദ ഗുഹയ്ക്കുള്ളിൽ, ഫൊറോദ കേന്ദ്രത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫെബ്രുവരി അവസാനം തന്നെ യുദ്ധം ആരംഭിക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ സമയം തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഒരു കാര്യം കണ്ടെത്തി. ഇറാൻ 60% യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. 90% അവർക്ക് യുറേനിയം 235 ഒരു ന്യൂക്ലിയർ ബോംബാക്കി മാറ്റിയെടുക്കാം. നിങ്ങൾ ചിന്തിക്കുക, 60 കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതും ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് 60 ആയത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ വേണമല്ലോ 90 ആകാൻ. ലീനിയറായിട്ടല്ല യുറേനിയം എൻറിച്ച്മെൻറ്റ് നടക്കുന്നത്. ആദ്യമൊക്കെ ഒരുപാട് പതിഞ്ഞ വേഗതയിലായിരിക്കും, എന്നാൽ അവസാനം എല്ലാം വളരെ പെട്ടെന്ന് നടക്കും. ഇതിൻ്റെ പിന്നിൽ ന്യൂക്ലിയർ ഫിസിക്സിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗണിതശാസ്ത്രമുണ്ട്. ആ ഗണിതശാസ്ത്രത്തിൻ്റെ കോംപ്ലക്സിറ്റിയിലേക്ക് ഒന്നും പോകാതെ വളരെ സിമ്പിളായി സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഒരു യൂണിറ്റ് മനസ്സിലാക്കണം. SW യൂണിറ്റ്, സെപ്പറേറ്റീവ് വർക്ക് യൂണിറ്റ്. യുറേനിയം 235 ആദ്യഘട്ടത്തിൽ 0.7% 0.7% നിന്നും അതിനെ 90% ആക്കി മാറ്റിയെടുക്കാൻ 100% സെപ്പറേറ്റീവ് വർക്ക് യൂണിറ്റ് വേണം. അതായത് 100% എഫേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 0.7 നിന്നും അതിനെ 90% ആക്കി മാറ്റിയെടുക്കാം. ആ 100%ൻ്റെ 70% വേണം 0.7 നിന്നും അതിനെ വെറും 5% ഉയർത്താൻ. അതായത് മൊത്തം നമുക്ക് കൊടുക്കേണ്ട എഫേർട്ട് 100 അതിൽ 70 കൊടുക്കണം 0.7 നിന്ന് 5% കൊണ്ടുവരാൻ. 5% എന്ന് പറയുമ്പോൾ അപ്പോഴും യുറേനിയം 235 വളരെ വളരെ കുറവാണ്. 95% യുറേനിയം 238 ആണ്. പിന്നീട് 5% നിന്ന് 90% യുറേനിയം 235 കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ വെറും 30% എഫേർട്ട് മതി. കാരണം ആദ്യമുള്ള വാതകത്തിൽ ബഹുഭൂരിപക്ഷവും നല്ല ഭാരമുള്ള യുറേനിയം 238 ആണല്ലോ. അതിൻ്റെ അളവ് കുറയും തോറും കാര്യങ്ങൾ കുറേ കൂടെ എളുപ്പമായിക്കൊണ്ടിരിക്കും. ഇറാൻ യുറേനിയം 235 കോൺസെൻട്രേഷൻ വെറും 20% ആക്കിയപ്പോൾ തന്നെ അവർ ചെയ്യേണ്ട 90% എഫേർട്ടും ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള 10% മാത്രം മതി 20 നിന്ന് 90 വരാൻ. ഇൻ്റലിജൻസ് ഏജൻസിയുടെയും IAEAയുടെയും കണക്കുകൾ അനുസരിച്ച് 2026 ഫെബ്രുവരി മാസം ആയപ്പോൾ തന്നെ ഇറാൻ 60% യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തി കഴിഞ്ഞു. അതായത് അവരവരുടെ 95% എഫേർട്ടും ഇട്ട് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 5%, അതായത് ഇപ്പോൾ ഉള്ള 60% നിന്ന് 90% എത്തിക്കാൻ അവർക്ക് ഇനി മാസങ്ങളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അത് സാധ്യമാകും. അത് സാധ്യമാകുമെന്ന് മാത്രമല്ല, ഇപ്പോൾ ഉള്ളതുപോലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ ചെറിയ സെറ്റപ്പിൽ തന്നെ കാര്യം സാധിക്കാം. കാരണം 60% യുറേനിയം 235 ഉള്ള ആ ഒരു ആ കോമ്പിനേഷൻ്റെ വലിപ്പം താരതമ്യേന വളരെ വളരെ കുറവാണ്. ഒരു വെയർ ഹൗസിൽ പോലും അവർക്ക് 60 നിന്ന് 90% കൊണ്ടുപോകാൻ സാധിക്കും. IAEA ഓർഗനൈസേഷൻ ഇറാനിൽ ഇപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ 60%-ഓളമുള്ള യുറേനിയത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം മുമ്പുണ്ടായിരുന്നതുപോലുള്ള വലിപ്പമുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കെട്ടിടങ്ങളുടെ ഒന്നും ആവശ്യമില്ല, അത്രയും വലിയ ടണലുകളുടെയും ആവശ്യമില്ല. വെറും ഒരു വെയർ ഹൗസിലേക്ക് അവർക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഇപ്പോഴുള്ളത് താരതമ്യേന വളരെ വലിപ്പം കുറഞ്ഞുള്ള ഭാരക്കുറവുള്ള ഒരു മിക്സ്ചറാണ്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.